ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടയൊരുക്കത്തിന്റെ ഭാഗമായി ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര പ്രയാണം തുടരുകയാണ്. കാസർഗോഡ് ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗം കൊണ്ട് ശ്രദ്ധേയനായത് നമ്മുടെ സുരേഷ് ഗോപി തന്നെ. ഇത്തവണ പിണറായി ഭരണത്തിനുമേൽ ഇടുത്തി വീണ് മുടിഞ്ഞുപോയി നാശകോശമായി പോകട്ടെ എന്നൊക്കെയുള്ള ശാപവചനങ്ങളാണ് സുരേഷ് ഗോപിയിൽ നിന്ന് ഉണ്ടായത്. ഉഗ്രശാപമാണ്, അതും അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന്. പിണറായിയും കൂട്ടരും ഒന്ന് കരുതിയിരിക്കുന്നത് നന്ന്. കാറ്റും കോളും തുടങ്ങി, നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി. കൺമുന്നിൽ പറന്ന് കാക്കിൻ കാക്കുരുന്നായി കൂട്ടമോടെ കേട്ട് നിന്ന് ടിഷു ടിഷു. എന്തുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വരേണ്ട വിഹിതം കൃത്യമായിട്ട് എത്താത്തത് എന്ന് ചോദിച്ചതിന് വളരെ വ്യക്തമായ മറുപടി കൊടുത്തിട്ട് ഇന്ന് വരെ അതിനുള്ള പെർഫെക്റ്റ് ഓഡിറ്റ് ഈ സംസ്ഥാനത്തിന് നൽകാൻ സാധിച്ചിട്ടില്ല. കണക്ക് വേണ്ടേ? കണക്ക് എവിടെയെന്ന് നമുക്ക് ശ്രീ പിണറായി വിജയനോട് ചോദിക്കാൻ നല്ല സുഖമാണ്. ആ ചോദ്യം ഈ പന്ത് തട്ടിവിടുന്നത് പോലെ അങ്ങ് പാസ് ചെയ്ത് മോദിയുടെ നെറ്റിക്കോട്ട് തട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിന് നിൽക്കുന്ന ഓട്ടച്ചങ്കോ പരട്ടച്ചങ്കോ അല്ല നരേന്ദ്രമോദിയുടേത് എന്ന് ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അണികളും മനസ്സിലാക്കുന്നത് വളരെ നല്ലതായി. അപ്പോ ഈ യാത്രയുടെ മഹത്വത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. തിരുവനന്തപുരത്ത് ഈ യാത്രയുടെ പരിസമാപ്തി കുറിക്കപ്പെടുമ്പോൾ ഈ അധമ ഭരണത്തിന് മേൽ ഇടുത്തി വീഴണ എന്നുള്ള പ്രാർത്ഥനയോടെ ഇല്ലെങ്കിലോ അയാളെന്ത് ചെയ്യും? അയാൾ പറഞ്ഞു ഇടുത്തി വീണില്ലെങ്കിലോ. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. എന്താ നിങ്ങൾ ചെയ്യുക? ആടെ ബി.ജെ.പി. വിട്ട് സന്യാസത്തിന് പോവോ? പിന്നെ ചൂടാണ്ട് എ സി ഒന്നും ഇല്ല. അത് അയാൾ വ്യക്തമാക്കട്ടെ. ഒരു ഇടുത്തി വീഴുന്നില്ലെന്ന് മാത്രമല്ല, ഇത് കൂടുതൽ കരുത്തോടു കൂടി ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോകും. നമ്മൾ മലയാളത്തിൽ ഒരുപാട് മീമുകൾ വരും അല്ലേ? ഇതൊന്നും കേട്ട പെറ്റ തള്ള സഹിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ഇതൊന്നും കേട്ടാൽ പെറ്റ തള്ളയുടെ തള്ള സഹിക്കില്ല. പെറ്റ തള്ള സഹിക്കൂല. കേരളയിൽ വരുമോ എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പില്ല. പക്ഷേ ഏകീകൃത സിവിൽ കോഡ് വരും, നടപ്പാക്കും എന്ന കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു സംശയവുമില്ല. അതോടെ ഇന്ത്യയിൽ നിന്ന് ജാതി വ്യവസ്ഥ അപ്പാടെ തൂത്തു നീക്കപ്പെടും എന്നാണ് സുരേഷ് ഗോപിജിയുടെ പ്രതീക്ഷ. UCC നടപ്പാക്കുന്നതോടെ എല്ലാവരും ഒരു ജാതിയാവുന്നതോടെ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണം എന്ന ആഗ്രഹം അദ്ദേഹം ഉപേക്ഷിക്കാനാണ് സാധ്യത. കാരണം ഈ ജന്മത്തിൽ തന്നെ ബ്രാഹ്മണനാവുമല്ലോ. സുരേന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചു, ഇതിനകത്ത് പ്രീണനമില്ല, ജാതിയില്ല. യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ്. അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ, അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ? അന്നൊരിക്കൽ സാറ് പറഞ്ഞല്ലോ, അടുത്ത ജന്മത്തിൽ പൂണുനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് ശബരിമലയില് തന്ത്രമുഖ്യനാകണം, അവിടുത്തെ മേൽശാന്തിയാകണം. ഒന്നുമില്ലെങ്കിൽ 10-20 പേര് മേൽശാന്തിയുടെ കൂടെ കയറും, കീഴ്ശാന്തിമാർ. അവരുടെ കൂട്ടത്തിൽ ഒരാളായി ഭഗവാനെ തലോടാൻ സാധിക്കണം, കുളിപ്പിക്കാൻ സാധിക്കണം, അഭിഷേകം ചെയ്യാൻ സാധിക്കണം. അത് വേറൊരു ആശ്വാസം. മറ്റേ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല, വന്നിരിക്കും. ഇതിങ്ങനെ ഓരോരുത്തരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇങ്ങനെ എല്ലാം പോയിക്കൊണ്ടിരിക്കും. ഇതെന്താ ഒരു വലിയ രാജ്യമല്ലേ? ഇതിങ്ങനെ ഓരോരുത്തർ പറയുന്നതിനനുസരിച്ച് പോകേണ്ട നാടാണോ? കഴിഞ്ഞ 10 കൊല്ലം അല്ലെങ്കിൽ 9.25 വർഷം കൊണ്ട് ഒരു സ്റ്റേറ്റ്സ്മാൻ, ഒരു വിശ്വ പൗരൻ, ഇവിടെ എല്ലാവരും കൂടെ എഴുന്നള്ളിക്കുന്ന ആ വിശ്വ പൗരനല്ല, യഥാർത്ഥ വിശ്വ പൗരൻ ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. മോദി ഭാരതത്തിലൂടെ ലോകത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്തു എന്ന് പറയുന്ന കണക്കെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ മുമ്പ് കുറച്ചുകാലം തൃശൂർ CPM ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ചുമതല വഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തൃശൂർ ജില്ലയുടെ മുക്കും മൂലയും അറിയുമായിരിക്കും. അതുകൊണ്ട് ചോദിക്കുകയാണ്, തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സാധ്യത എങ്ങനെയാണ്? നിങ്ങളിപ്പോൾ എഴുതി വെച്ചോളൂ, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ദയനീയമായി തൂക്കും അദ്ദേഹമാണെങ്കിൽ. അപ്പോൾ
UDF സ്ഥാനാർത്ഥി TN പ്രതാപനാണോ സാധ്യത? പ്രതാപൻ ജയിക്കാൻ സാധ്യതയില്ല. പിന്നെ ആർക്കാണ് സാധ്യത? തെളിച്ചു പറയൂ. തൃശ്ശൂരിനെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ കളിക്കുന്നതൊന്നുമല്ല കളി, ഇതൊന്നുമല്ല കളരി, കളി വരാനിരിക്കുന്നതേ ഉള്ളൂ. നീ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോവത് നിജം. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ആളുകളെ കാണും, ആളുകളെ കാണുമ്പോൾ അവർ കയ്യടിക്കും, അവർ ഹോ ഹോ എന്നാക്കും, അതിൽ ആവേശം കൊള്ളും, കുറേ പ്രസംഗം നടത്തും. അതല്ല രാഷ്ട്രീയം. എങ്കിൽ തൃശ്ശൂരിങ്ങെടുക്കാൻ തൃശ്ശൂരിൽ തന്നെ തമ്പടിക്കുന്ന സുരേഷ് ഗോപിക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? അദ്ദേഹത്തോട് എനിക്ക് വ്യക്തിപരമായി കുറച്ച് അടുപ്പവും ഒക്കെയുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ പോയി പരാജയം ഏറ്റുവാങ്ങരുത്. അതുകൊണ്ട് രാജ്യസഭയിലെങ്ങാനും കേരളത്തിൽ കിട്ടില്ല, മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് നിങ്ങൾ രാജ്യസഭയിൽ പോകുന്നതും ആണ് എനിക്കിഷ്ടം. എനിക്ക് ഈ തൃശ്ശൂർ വേണം. തരൂല.